ഹായ് ഫ്രണ്ട്സ്, HM ഗൈഡൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 1973 എന്നൊരു ടോപ്പിക്കാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ഈ കാണുന്നത്. ഡെഫിനിഷൻസ്, കോഗ്നിസൻസ് ഓഫ് ഒഫൻസസ് ബൈ മജിസ്ട്രേറ്റ്, കംപ്ലയിൻറ്റ് ടു മജിസ്ട്രേറ്റ്, ട്രയൽ ഓഫ് സെഷൻ കേസസ്, ട്രയൽ ഓഫ് വാറന്റ് കേസസ്, ട്രയൽ ഓഫ് സമൻസ് കേസസ്, സമ്മറി ട്രയൽ, അപ്പീൽ, ബെയിൽ ആൻഡ് ബോൺസ്. ഇനി ഈ ആക്ടിൽ ടോട്ടൽ പറയുന്നത് 37 ചാപ്റ്റേഴ്സും 2 ഷെഡ്യൂളുമാണ്. അതുപോലെ തന്നെ ഇതിലുള്ള ടോട്ടൽ സെക്ഷൻസ് ആണ് 484 സെക്ഷൻസ്. ഇനി ഇത് CRPCയിൽ പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഇത് പഠിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഇനി CRPCയിലെ സെക്ഷൻ 2ലാണ് ഡെഫിനിഷൻസ്, എല്ലാത്തിൻ്റെയും ഡെഫിനിഷൻസ് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ഡെഫിനിഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സെക്ഷൻ 2A ബെയിലബിൾ ഒഫൻസ്. ബെയിലബിൾ ഒഫൻസ് എന്നാൽ ജാമ്യം ലഭിക്കുന്ന കുറ്റം എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ സെക്ഷൻ 2Aയിൽ പറഞ്ഞിട്ടുള്ളത് ഏതെല്ലാം കുറ്റങ്ങളാണ് ബെയിലബിൾ ഒഫൻസ് ആയിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ ആക്ടിൽ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഷെഡ്യൂളിൽ ചില ഒഫൻസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ആക്ട് വഴി ചില ഒഫൻസുകളെല്ലാം ബെയിലബിൾ ഒഫൻസ് ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒഫൻസുകളൊക്കെയാണ് ഈ ബെയിലബിൾ ഒഫൻസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി സെക്ഷൻ 2A എന്നൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ സെക്ഷൻ 2Aയിൽ വരാത്ത ബാക്കി എല്ലാ ഒഫൻസുകളെയും നോൺ ബെയിലബിൾ ഒഫൻസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു. ഇനി അടുത്ത സെക്ഷൻ 2B ചാർജ്. ചാർജ് എന്ന് പറഞ്ഞാൽ കുറ്റം ചുമത്തുക. അതായത് ചില കേസുകളിലൊക്കെ തന്നെ പല നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടാവും. ഒരു വ്യക്തി ഒരു കുറ്റം ചെയ്യുമ്പോൾ പല നിയമങ്ങൾ അവിടെ ലംഘിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഓരോ നിയമം ലംഘിക്കുന്നതിനെയും ഓരോ ചാർജാണ് ആളുടെ പേരിൽ ഏർപ്പെടുത്തുന്നത്. ഇതാണ് സെക്ഷൻ 2Bയിൽ പറയുന്ന ചാർജ്. ഇനി സെക്ഷൻ 2C കോഗ്നിസബിൾ ഒഫൻസ്. കോഗ്നിസബിൾ ഒഫൻസ് എന്നൊരു ഈ ഡെഫിനിഷനിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് അറസ്റ്റ് വിത്തൗട്ട് വാറന്റ് എന്നൊരു ടേമാണ്. അതായത് പോലീസ് ഓഫീസർക്ക് ഒരു വ്യക്തിയെ വാറന്റ് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒഫൻസുകളെയാണ് കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. അതായത് ഈ കുറ്റങ്ങളുടെയൊക്കെ കാഠിന്യം വളരെയധികം കാഠിന്യമുള്ള ഒരു കേസില്, അതായത് വളരെ വലിയ കുറ്റങ്ങളൊക്കെ ചെയ്യുന്ന കേസില് വാറന്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഒരു വ്യക്തിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യമാണ് ഈ സെക്ഷൻ 2Cയിൽ പറയുന്നത്. സെക്ഷൻ 2D കംപ്ലൈന്റ്. ഇനി അലിഗേഷൻ മെയ്ഡ് ഓറലി ഓർ ഇൻ റൈറ്റിംഗ് ടു എ മജിസ്ട്രേറ്റ്. അതായത് ഒരു മജിസ്ട്രേറ്റിന് നമ്മൾ നൽകുന്ന, ഒന്നെങ്കിൽ റിട്ടേൺ ആയിട്ട് നൽകാം അല്ലെങ്കിൽ ഓറൽ ആയിട്ട് നൽകാം. ഇങ്ങനെ നൽകുന്ന എല്ലാ പരാതികളെയും ഈ സെക്ഷൻ 2Dയിലെ കംപ്ലൈന്റ് എന്നൊരു കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് എ പോലീസ് റിപ്പോർട്ട്. പക്ഷെ ഒരു പോലീസ് റിപ്പോർട്ട് ഒരിക്കലും ഒരു കംപ്ലൈന്റ് ആയിട്ട് നാം പരിഗണിക്കുന്നില്ല. വേറെ ഏതൊരു വ്യക്തിയും നൽകുന്ന എല്ലാ കംപ്ലൈന്റുകളും ഓറലായിട്ട് നൽകാം അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് നൽകാം. ഇതെല്ലാം സെക്ഷൻ 2Dയിലെ കംപ്ലൈന്റ് എന്ന ഒരു ഡെഫിനിഷന്റെ അണ്ടറിലാണ് വരുന്നത്. ഇനി സെക്ഷൻ 2Eയിലാണ് ഹൈക്കോർട്ടിന്റെ ഡെഫിനിഷൻസ് പറയുന്നത്. നമുക്കറിയാലോ ഹൈക്കോർട്ട് എന്താണെന്നുള്ളത്, പിന്നെ വായിക്കണമെന്നില്ല. നമുക്ക് അടുത്തേക്ക് പോവാം. സെക്ഷൻ 2Fലാണ് ഇന്ത്യ എന്താണെന്ന് പറയുന്നത്, ഇന്ത്യ എന്നുള്ളതിന്റെ ഡെഫിനിഷൻസ് പറയുന്നത്. സെക്ഷൻ 2G ഇൻക്വയറി. ഇൻക്വയറി മീൻസ് എവരി ഇൻക്വയറി അതർ ദാൻ എ ട്രയൽ കണ്ടക്ടഡ് അണ്ടർ ദിസ് കോഡ് ബൈ എ മജിസ്ട്രേറ്റ് ഓർ കോർട്ട്. അതായത് ഒരു കോർട്ടിൽ നടക്കുന്ന ട്രയൽ അല്ലാത്ത എല്ലാ ആക്ഷൻസും ഈ ഒരു ഇൻക്വയറി എന്നൊരു ഡെഫിനിഷന്റെ അണ്ടറിലാണ് വരുന്നത്. ഇനി സെക്ഷൻ 2H ഇൻവെസ്റ്റിഗേഷൻ. include all proceeding under this code for the collection of evidence conducted by a police officer or by any person other than a magistrate who is authorized by magistrate in this behalf. അതായത് ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള എല്ലാ പ്രൊസീഡിങ്സും ആണ് ഇൻവെസ്റ്റിഗേഷൻ എന്നൊരു ഡെഫിനിഷന്റെ അണ്ടറിൽ വരുന്നത്. ഇത് സാധാരണയായി നടത്തുന്നത് പോലീസ് ഓഫീസറാണ്. പക്ഷെ ഏതൊരു പേഴ്സണും, അതായത് മജിസ്ട്രേറ്റ് ഏർപ്പാടാക്കുന്ന ഏതൊരാൾക്കും ഈ ഒരു പ്രൊസീഡിങ്സ് നടത്താവുന്നതാണ്. ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഒന്നെങ്കിൽ പോലീസ് ഓഫീസറാണ് നടത്തുക അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് ഏർപ്പാടാക്കുന്ന വേറെ ഏതെങ്കിലും വ്യക്തികളാണ് നടത്തുന്നത്. പക്ഷെ ഒരിക്കലും അതർ ദാൻ എ മജിസ്ട്രേറ്റ്, ഒരു മജിസ്ട്രേറ്റിന് ഒരിക്കലും ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റില്ല. Section 2I Judicial Proceedings include any proceeding in the course of which evidence is or may be legally taken on oath.
ഈ ജുഡീഷ്യൽ പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ നടപടിക്രമങ്ങൾ, നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ, തെളിവുകൾ ലഭിക്കുന്നതിനോ നിയമപരമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനോ ഉള്ള ഏതൊരു നടപടിക്രമങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഇനി സെക്ഷൻ 2J ലോക്കൽ ജൂറിസ്ട്രിക്ഷൻ. അപ്പൊ ജെ എന്നുള്ളതിൽ നിന്ന് ജൂറിസ്ട്രിക്ഷൻ അങ്ങനെ ഓർത്താൽ മതി. ജെ ജൂറിസ്ട്രിക്ഷൻ. ഇവിടെ പറയുന്നത് ഒരു കോടതിയുമായോ അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റുമായോ ബന്ധപ്പെട്ട ഈ പ്രാദേശിക അധികാര പരിധിയാണ് ഈ ലോക്കൽ ജൂറിസ്ട്രിക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കോടതിയുമായോ അല്ലെങ്കിൽ ഒരു മജിസ്ട്രേറ്റുമായോ ബന്ധപ്പെട്ട പ്രാദേശിക അധികാര പരിധി. ഇനി സെക്ഷൻ 2Kയിലാണ് മെട്രോപൊളിറ്റൻ ഏരിയനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 8 പ്രകാരം പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ ഏരിയകളും ഈ ഒരു സെക്ഷൻ 2Kയിൽ പറയുന്ന മെട്രോപൊളിറ്റൻ ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സെക്ഷൻ 2L നോൺ കോഗ്നീസബിൾ ഒഫൻസ്. ഈ എല്ല് നോൺ കോഗ്നീസബിൾ ഒഫൻസ് ആണെന്നുള്ളത് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടേ, എല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ നോൺ വെജ് കഴിക്കുന്നവരാണല്ലോ സാധാരണ ഈ എല്ല് തിന്നുക. അപ്പൊ ഈ എല്ല് നോൺ വെജ് എന്നുള്ളതിത്തെ നോണ് ഇവിടുത്തെ നോൺ കോഗ്നീസബിൾ ഒഫൻസത്തെ നോണ് ആയിട്ട് ഓർക്കുക. അപ്പൊ നോൺ കോഗ്നീസബിൾ ഒഫൻസ് എല്ല് അങ്ങനെ ഓർത്തു വെക്കാം. ഇതിൽ പറയുന്നത് നമ്മൾ നേരത്തെ കോഗ്നീസബിൾ ഒഫൻസ് പറഞ്ഞല്ലോ, അറസ്റ്റ് വിത്തൗട്ട് വാറന്റ് എന്നുള്ളത്, അതായത് വാറന്റ് ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നു കോഗ്നീസബിൾ ഒഫൻസിൽ. എന്നാൽ നോൺ കോഗ്നീസബിൾ ഒഫൻസിൽ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലീസ് ഓഫീസറിന്റെ കയ്യിൽ വാറണ്ട് വേണം. വാറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രതിനെ ഒരു പോലീസ് ഓഫീസർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയുള്ള കേസാണെങ്കിൽ നോൺ കോഗ്നീസബിൾ കേസാണ് അത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വാറണ്ട് വേണം അവർ അറസ്റ്റ് ചെയ്യണമെങ്കിൽ. ഈ ഒരു കാര്യമാണ് സെക്ഷൻ 2Lൽ പറയുന്നത്. ഈ സെക്ഷൻ 2M നോട്ടിഫിക്കേഷൻ. നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ഗസറ്റിലൊക്കെ പബ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. ഇനി സെക്ഷൻ 2N ഒഫൻസ്. ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ട് ആവാം, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യാണ്ടിരിക്കുക. ഒന്നെങ്കിൽ ഏതെങ്കിലും തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്യുക, അല്ലെങ്കിൽ ഒമിഷൻ മെയ്ഡ് പണിഷബിൾ ബൈ എനി ലോ. ഈ ലോയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇതുകൂടാതെ 1871 ഒരു കന്നുകാലി അതിക്രമ നിയമമുണ്ട്. അതിന്റെ സെക്ഷൻ 20 പ്രകാരം പരാതി നൽകാവുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ അതും ഈ ഒഫൻസ് എന്ന ഗണത്തിലാണ് പെടുത്തുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ഒഫൻസ് എന്ന ഡെഫിനിഷന്റെ അണ്ടറിൽ വരുന്നത്. സെക്ഷൻ 2O ഓഫീസർ ഇൻ ചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ. ഈ ഓഫീസർ എന്നുള്ളതിൽ ഒരു O ഉണ്ടല്ലോ, സെക്ഷൻ 2Oയിലാണ് ഇത് പറയുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ഈ ഒരു സെക്ഷനെ ഓർത്തു വെക്കാൻ നമുക്ക് കഴിയും. ഈ ഓഫീസർ ഇൻ ചാർജ് ഓഫ് എ പോലീസ് സ്റ്റേഷൻ, അതിന്റെ അർത്ഥം ഒരു പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഈ ചുമതലയുള്ള ആള് വല്ല കാരണത്താലോ എന്തെങ്കിലും അസുഖമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ അദ്ദേഹത്തിന്റെ ചുമതല നിർവഹിക്കാൻ കഴിയാത്ത അവസരത്തിൽ അവിടെ അന്ന് ഹാജരായിട്ടുള്ള ഓഫീസേഴ്സിൽ ഈ ആബ്സെന്റ് ആയിട്ടുള്ള ആളുടെ റാങ്കിന് തൊട്ട് താഴെയുള്ള ഓഫീസറെ ഈ ചാർജ് ഏൽപ്പിക്കണം എന്നുള്ളത് കൂടി ഈ ഒരു സെക്ഷനിൽ തന്നെ പറയുന്നുണ്ട്. ഇനി അടുത്തത് സെക്ഷൻ 2P പ്ലേസ്. പ്ലേസ് അതും അങ്ങനെ തന്നെ ഓർക്കാട്ടോ. ഇൻക്ലൂഡ് എ ഹൗസ്, ബിൽഡിംഗ്, ടെന്റ്, വെഹിക്കിൾ ആൻഡ് വെസൽസ്. അടുത്തതാണ് സെക്ഷൻ 2Q പ്ലീഡർ. പ്ലീഡർ എന്നതിന്റെ അർത്ഥം അഭിഭാഷകൻ എന്നാണ് പ്ലീഡർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഈ കോടതിയിൽ വാദിക്കാനൊക്കെ ഉള്ള ആള്, അവരുടെ ഒരു ഡെഫിനിഷൻ പറയുന്നത് ഈ ഒരു സെക്ഷൻ 2Qയിലാണ് എന്നതൊന്ന് ഓർത്തു വെക്കുക. സെക്ഷൻ 2R പോലീസ് റിപ്പോർട്ട്. നേരത്തെ നമ്മൾ കംപ്ലൈന്റ് പറഞ്ഞല്ലോ പോലീസ് റിപ്പോർട്ട് ഒന്നും കംപ്ലൈന്റിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ളത്. പിന്നെ എന്താണ് പോലീസ് റിപ്പോർട്ട് എന്നുള്ളത് ഈ ഒരു ഭാഗത്താണ് പറയുന്നത്. അതായത് സെക്ഷൻ 173 സബ്സെക്ഷൻ 2 പ്രകാരം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കുന്ന റിപ്പോർട്ടിനെയാണ് പോലീസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത് സെക്ഷൻ 2S പോലീസ് സ്റ്റേഷൻ എന്താണെന്നുള്ളതിന്റെ ഡെഫിനിഷൻ പറയുന്നത്. അതൊന്ന് നോക്കി വെച്ചാൽ മതി. ഇനി സെക്ഷൻ 2T പ്രിസ്ക്രൈബ്ഡ്. means prescribed by rules made under this code. Okay. Section 2U public prosecutor mean any person appointed under section 24 or any person acting under the direction of a public prosecutor. അതായത് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് വെച്ചാല് എനി പേഴ്സൺ, ഏതൊരു പേഴ്സൺ അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 24 പ്രകാരം നിയമിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയും അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിയും, ഈ 2 ആൾക്കാരും പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന ഒരു ഡെഫിനിഷന്റെ അണ്ടറിലാണ് വരുന്നത്. ഇനി സെക്ഷൻ 2V
subdivision means subdivision of a district. ഇനി സെക്ഷൻ 2W സമൻസ് കേസ്. മെയിൻ ആയിട്ട് രണ്ട് കേസാണുള്ളത്, സമൻസ് കേസും വാറന്റ് കേസും. അപ്പൊ ഇവിടെ വാറന്റ് കേസ് അല്ലാത്ത ഏതൊരു കേസും ഈ സമൻസ് കേസിന്റെ അണ്ടറിലാണ് വരുന്നത്. സെക്ഷൻ 2X വാറന്റ് കേസ്. വാറന്റ് കേസ് എന്നാല് ഈ വധശിക്ഷ വിധിക്കുന്നതോ അല്ലെങ്കിൽ ജീവപര്യന്തം തടവ് നൽകുന്നതോ അല്ലെങ്കിൽ ഈ തടവ് തന്നെ 2 വർഷത്തിലേക്കധികം നൽകുന്ന തടവ്, ഇവയൊക്കെ നൽകുന്ന കേസുകളാണ് ഈ വാറന്റ് കേസിന്റെ അണ്ടറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ സെക്ഷൻ 2Xലുള്ള വാറന്റ് കേസിൽ ഇത്തരത്തിലുള്ള കേസുകളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി സെക്ഷൻ 2Yയിൽ പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡ് 1860 45 ചില പദങ്ങളും പദപ്രയോഗങ്ങളൊക്കെ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ ഇവിടെ നിർവചിക്കപ്പെട്ടിട്ടുള്ള ചില പദങ്ങളും പദപ്രയോഗങ്ങളും ഒക്കെയാണ് ഈ സെക്ഷൻ 2Yന്റെ അണ്ടറിൽ വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഈ സെക്ഷൻ 2ൽ പറയുന്ന എല്ലാ ഡെഫിനിഷൻസും നമ്മളിപ്പോ നോക്കി കഴിഞ്ഞു. ഇനി എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.